ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് കേൾക്കുമ്പോൾ തന്നെ ചാനലിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് മലയാളത്തിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ലളിതമായി ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പായി നമുക്ക് ഓട്ടോമേഷൻ എന്താണ് എന്ന് നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിളായി ഓട്ടോമേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കാര്യം ഹ്യൂമൻ എഫോർട്ട് കുറച്ചിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചിട്ട് യന്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ ടെക്നോളജിയുടെയോ സഹായത്താൽ വളരെ എഫിഷ്യന്റ് ആയി ചെയ്യുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓട്ടോമേഷനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോമേഷൻ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശദമായ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്താണെന്ന് നോക്കാം. ഡിഫറെന്റ് മാനുഫാക്ചറിങ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ ഈ ടെക്നോളജിയും അല്ലെങ്കിൽ മെഷീനറികളും എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ പ്രോസസ് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി നമുക്കൊരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എടുത്തു നോക്കാം. അപ്പോൾ ഞാനൊരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഡിഫറെന്റ് പ്രോസസ്സുകൾ എടുത്തു നോക്കിയിട്ട് തന്നെ നമുക്ക് അവിടെ എന്താണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഒരു ടയർ മാനുഫാക്ചറിങ് പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഡിഫറെന്റ് കെമിക്കലുകൾ, റബ്ബർ, ഇതെല്ലാം ചേർത്ത് അതാണ് അതിന്റെ റോ മെറ്റീരിയലുകളായി വരുന്നത്. റബ്ബർ, കാർബൺ, സൾഫർ പോലെയുള്ള ഡിഫറെന്റ് കെമിക്കലുകളും മിക്സ് ചെയ്ത് അതുപോലെ അതിൽ ഫാബ്രിക്, പിന്നെ ബീഡ് തുടങ്ങിയ വസ്തുക്കളും കൂടി കൂട്ടിച്ചേർത്തൊക്കെയാണ് ടയർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് കരുതുന്നു. ഒരു ടയർ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഡിഫറെന്റ് സ്റ്റേജസുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ഒരു ടയർ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ പ്രധാന സ്റ്റേജുകളാണ് മിക്സിംഗ് ആൻഡ് എക്സ്ട്രൂഷൻ, കലണ്ടറിങ്, ഗ്രീൻ ടയർ ബിൽഡിംഗ്, അതുപോലെ ടയർ ക്യൂറിംഗ്. കാർബൺ, സൾഫർ അതുപോലെ മറ്റ് കെമിക്കലുമായി മിക്സ് ചെയ്ത റബ്ബറിനെ അല്ലെങ്കിൽ വൾക്കനൈസ് ചെയ്ത റബ്ബറിനെ ഒരു പ്രത്യേക ഡൈയിലൂടെ കടത്തിവിട്ട് നമുക്ക് ആവശ്യമായ സൈസിലും ഷേപ്പിലും ഒക്കെ ആക്കിയെടുക്കുന്നതിനെയാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് വഴി വരുന്ന പ്രോഡക്റ്റിനെ പറയുന്ന ടയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പേരാണ് ത്രെഡ് എന്ന് പറയുന്നത്. അതുപോലെ വൾക്കനൈസ് ചെയ്ത റബ്ബറിനെ ഫാബ്രിക്കുമായി ചേർത്ത് ഷീറ്റാക്കി എടുക്കുന്നതിനാണ് കലണ്ടറിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഷീറ്റാക്കിയ റബ്ബറും ഫാബ്രിക്കും കൂടി ചേർന്ന ആ ഷീറ്റിനെ ഡിഫറെന്റ് സൈസിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ പ്ലൈ എന്ന് പറയുന്നത്. ഈ പ്ലൈയും ത്രെഡും അതുപോലെ ബീഡ് എന്ന് പറയുന്ന വേറൊരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് ബീഡും എല്ലാം ചേർത്തിട്ട് നമ്മൾ ടയർ ക്യൂറിംഗ് പ്രോസസ്സിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ടയർ എന്ന് പറയുന്നത്. ആ ഗ്രീൻ ടയർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടയർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടയർ ബിൽഡിംഗ് വഴി ഉണ്ടാക്കിയ ഗ്രീൻ ടയറിനെ നമ്മൾ
ക്യൂറിംഗ് പ്രസ്സിൽ ഇട്ടിട്ട് പ്രോസസ് ചെയ്തതിനു ശേഷം നമ്മൾ ആക്ച്വൽ ടയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടയർ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു ടയർ മാനുഫാക്ചറിങ് പ്ലാന്റിലെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറെന്റ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് സ്റ്റേജസ്, ആ പ്രോസസ്സുകളെല്ലാം ടെക്നോളജിയുടെയും മെഷീന്റെയും സഹായത്തോടു കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടയർ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെന്റ് ഇൻഡസ്ട്രികളിൽ ഈ ഒരു ഇങ്ങനെയുള്ള പ്രോസസ്സുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുന്നതിനും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുന്നതിനായി നമുക്ക് ഒരു ചെറിയ ഒരു ടയർ ക്യൂറിങ്, നമ്മൾ നേരത്തെ ടയർ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ടയർ ക്യൂറിങ് പ്രോസസ്സിലെ ആ ടയർ ക്യൂറിങ് പ്രസ് എന്ന് പറയുന്ന മെഷീന്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
ശരിക്കും ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ടയറിനെ മോൾഡിൽ ഇട്ടിട്ട് നമുക്ക് ആ ടയറിന്റെ കറക്റ്റ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഡിഫറെന്റ് പ്രഷറും ഹീറ്റ് എനർജിയും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ടയറിന്റെ എക്സാക്ട് ഷേപ്പ് ആക്കി എടുക്കുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് ക്യൂറിംഗ് എന്ന് പറയുന്നത്. അതിൽ ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഈ റബ്ബറും പിന്നെ അതുപോലെ മറ്റു മെറ്റീരിയൽസുകളും എല്ലാം ഉള്ള കെമിക്കൽ റിയാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ പ്രഷറും അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ ആ മോൾഡിന്റെ ആ കറക്റ്റ് ടയറിന്റെ ഷേപ്പ് ആക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യൂറിംഗ് എന്ന് കറക്റ്റായിട്ട് ക്യൂറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ വീഡിയോയിൽ കണ്ട മെഷീന്റെ ഡിഫറെന്റ് ഭാഗങ്ങളെല്ലാം ഒന്ന് നോക്കാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് നോക്കാം എന്തെല്ലാമാണ് എന്തൊക്കെയാണ് അതെല്ലാം. ആ മെഷീനിൽ ആ വീഡിയോയിൽ നമ്മൾ കണ്ടു ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ നമ്മൾ കണ്ടു, ഒരു ഓപ്പറേറ്റിംഗ് പാനലും ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലും നമ്മൾ കണ്ടു, ഒരു HMI എല്ലാം ഉള്ള ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ നമ്മൾ കണ്ടിട്ടായിരുന്നു അല്ലേ. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ എന്നുള്ളത്. പാനലിന്റെ ഡിഫറെന്റ് ഭാഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് കമ്പോണന്റുകളായിട്ടുള്ള MCB, കോൺടാക്ടർ, റിലേ, PLC, HMI, അതുപോലെ അതിൽ വരുന്ന മറ്റു കമ്പോണൻസുകളെല്ലാം നമ്മൾ ഓരോ കമ്പോണൻസ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഇലക്ട്രിക്കൽ പാനൽ കമ്പോണന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു PLC എന്നുള്ള ഒരു കമ്പോണന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ എന്നുള്ളതാണ് PLCയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. നമ്മൾ നോർമലി അല്ലെങ്കിൽ ജനറലി ഇൻഡസ്ട്രിയൽ യൂസ് കണ്ടുവരുന്ന ഒരു കൺട്രോളർ ആണ് PLC. കൺട്രോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലൊരു പ്രോഗ്രാം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ PLCയിലാണ്. PLC പ്രോഗ്രാം ചെയ്യാനായിട്ട് ഡിഫറെന്റ് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതായത് ഓരോ ബ്രാൻഡിനും ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് സീമെൻസിന്റെ TIA പോർട്ടൽ, സ്നൈഡറിന്റെ യൂണിറ്റി പ്രോ, അലൻ ബ്രാഡ്ലിയുടെ RS Logix 500, അതുപോലെ ഡെൽറ്റ PLCയുടെ WPL സോഫ്റ്റ്, ISP സോഫ്റ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ. ഈ സോഫ്റ്റ്വെയറുകളുടെ എല്ലാം ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകളായിട്ട് ഓരോന്നിനും, ഇപ്പം TIA പോർട്ടലിന് ഒരു പ്ലേലിസ്റ്റ്, അലൻ ബ്രാഡ്ലിയുടെ RS Logix 500 ഒരു പ്ലേലിസ്റ്റ്, അങ്ങനെ പ്ലേലിസ്റ്റുകളായിട്ട് ഓരോ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകളായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആ ഒരു പ്ലേലിസ്റ്റ് എടുക്കുന്നതോടുകൂടി, ആ ഒരു പ്ലേലിസ്റ്റ് കാണുന്നതോടുകൂടി പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു സോഫ്റ്റ്വെയർ മുഴുവനായിട്ടും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ പാനലിന്റെ കമ്പോണൻസ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു HMI എന്ന് പറയുന്നത്. HMI എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് എന്നുള്ളതാണ്. ഒരു പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ആയിട്ട് ആ മെഷീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിവൈസ്, അതാണ് ആക്ച്വലി HMI എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയില്, നമ്മൾ ആ ക്യൂറിംഗ് പ്ലസിന്റെ വീഡിയോയിൽ കണ്ട ആ പാനലിൽ ഒരു സ്ക്രീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു HMI ആണ്, സ്നൈഡറിന്റെ ഒരു HMI ആണത്. PLCയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് HMIയുടെ കാര്യത്തിലും അത് പ്രോഗ്രാം ചെയ്യാൻ ഡിഫറെന്റ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ സീമെൻസിന്റെ PLCയും HMIയും സ്കാഡക്കും എല്ലാം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് TIA പോർട്ടൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ടോട്ടലി ഇന്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ അതുപോലെ തന്നെ അലൻ ബ്രാഡ്ലിയുടെ HMIയുടെ സോഫ്റ്റ്വെയർ, സ്നൈഡറിന്റെ HMIയുടെ സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം നമ്മൾ ഓരോ ട്യൂട്ടോറിയൽ, ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് PLCയുടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു
അതുപോലെ ഒരു പ്രോസസ്സിനെ റിമോട്ടായിട്ട് അല്ലെങ്കിൽ സെൻട്രലി, ഒരു പ്രോസസ്സിനെ എന്നല്ല, ഒന്നിലധികം മെഷീൻസിനെയോ പ്രോസസ്സിനെയോ ഒക്കെ സെൻട്രലി മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റമാണ് സ്കാഡ എന്ന് പറയുന്നത്. സ്കാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻസ് എന്നാണ്. അപ്പോ സ്കാഡ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ആക്ച്വലി സ്കാഡ എന്ന് പറയുന്നത്. PLCയുടെ കാര്യത്തിൽ പോലെ തന്നെ ഡിഫറെന്റ് ബ്രാൻഡുകളുടെ സ്കാഡ ഉണ്ട്. ഉദാഹരണത്തിന് സീമെൻസിന്റെ ആണെങ്കിൽ TIA പോർട്ടൽ തന്നെ, അലൻ ബ്രാഡ്ലിയുടെ ഫാക്ടറി ടോക്ക് വ്യൂ, അതുപോലെ ഇൻഡസോഫ്റ്റ് വെബ് സ്റ്റുഡിയോ, മൂവികോൺ തുടങ്ങിയ സ്കാഡ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ നമ്മൾ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ എല്ലാം ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ സൈഡ് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇൻസ്ട്രുമെന്റേഷൻ നമ്മൾ ഇതിൽ നമ്മൾ ആ നേരത്തെ കണ്ട ക്യൂറിംഗ് പ്രസിന്റെ ആ മെഷീനിൽ തന്നെ നമ്മൾ RTD, പ്രഷർ ട്രാൻസ്മിറ്റർ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തെർമോകപ്പിള്, പിന്നെ ഫ്ലോമീറ്റർ, തെർമിസ്റ്റർ പോലെയുള്ള ഡിവൈസുകൾ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റേഷനും ചെയ്യുന്നതായിരിക്കും. ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതും ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പാനൽ ഉണ്ടാക്കിയതിനെ കുറിച്ചൊന്ന് നോക്കാം. ഈ പാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പാനൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, ഈ കൺട്രോൾ പാനൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ് ഇലക്ട്രിക്കല്, അതുപോലെ പ്ലാൻ ഇലക്ട്രിക് P8 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒക്കെ. അപ്പൊ ഈ ഓട്ടോകാഡ് ഇലക്ട്രിക്കലിനെ കുറിച്ചും പിന്നെ പ്ലാൻ ഇലക്ട്രിക് P8 സോഫ്റ്റ്വെയറെ കുറിച്ചും വിശദമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലുകളായിട്ടുള്ള MCC അഥവാ മോട്ടോർ കൺട്രോൾ സെന്റർ പാനൽ, അതുപോലെ PCC പവർ കൺട്രോൾ സെന്റർ പാനൽ, APFC ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനൽ, അങ്ങനെയുള്ള പാനലുകളുടെ എല്ലാം ഡിസൈനും അതിന്റെ കമ്പോണന്റ് സെലക്ഷനും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം പിന്നെ നമ്മൾ ഇത് കണ്ട ടയർ ക്യൂറിംഗ് പ്രസിന്റെ വീഡിയോയിൽ അവസാനം ടയറായിട്ട് ആ മൗൾഡിൽ നിന്നും ടയറായിട്ട് അത് പൊങ്ങി വരുന്ന അത് കണ്ടു. ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു. വീഡിയോയിൽ നമ്മൾ ആ ഒരു ഭാഗം കണ്ടു. അത് സിലിണ്ടർ ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിലിണ്ടറുകളെ കുറിച്ച്, അതേപോലെ ഹൈഡ്രോളിക് സിസ്റ്റത്തെ കുറിച്ച്, ഹൈഡ്രോളിക് പവർ പാക്കുകളെ കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂമാറ്റിക് ഡിവൈസുകൾ നമ്മൾ ഇലക്ട്രിക്കൽ കൺട്രോൾ, ആ വീഡിയോയുടെ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലിന്റെ ബാക്ക് സൈഡ് കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സോളിനോയിഡ് വാൾവ് അല്ലെങ്കിൽ ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന വാൾവുകൾ, അതുപോലെ പിസ്റ്റൺ വാൾവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരം വാൾവുകളെ കുറിച്ചും ന്യൂമാറ്റിക് പ്രൊഡക്ട്സുകളെ കുറിച്ചും എല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഡിസ്കസ് ചെയ്യും. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ കൺട്രോൾ പാനലില് മോട്ടോറുകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈവുകൾ, അതായത് VFD, DC ഡ്രൈവ്, സെർവോ ഡ്രൈവ് പോലെയുള്ള ഡ്രൈവുകൾ. ഇതിന്റെ ഓരോ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് ഡ്രൈവുകളും അതിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെ, അതിന്റെ പാരാമീറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും, അത് കമ്മീഷൻ ചെയ്യുന്ന എങ്ങനെ ഒരു ഡ്രൈവ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു മോട്ടർ ഓടിക്കാം അല്ലെങ്കിൽ മോട്ടർ റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ വീഡിയോ ഇടാൻ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.